ഹലോ, നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ആൽമാ മുറബയുടെ റെസിപ്പി കേട്ടാലോ? ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. നെല്ലിക്ക നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അധികം ഉപ്പിലിടാറാണ് പതിവല്ലേ. എന്നാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആവശ്യത്തിലുള്ള നെല്ലിക്ക എടുത്തിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ കേടുള്ള ഒന്നും എടുക്കാത്തതാണേ നല്ലത്. അപ്പോൾ വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വെള്ളത്തിലിട്ട് വേവിക്കാൻ പാടില്ല, നെല്ലിക്കൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൂത്ത് പിക്കോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കണേ. അധികം ആഴത്തിൽ കുത്തി ഇറക്കാൻ പാടില്ല, കാരണം ഈ നെല്ലിക്ക പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഓവർ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ നെല്ലിക്കക്ക് ഓരോരോ അല്ലികൾ ഉണ്ടാവില്ലേ, ഈ അല്ലിൻ്റെ മേലുള്ള ഒരു വരല്ലേ, അതിൻ്റെ മേലെ ഒരിക്കലും നമ്മൾ കുത്താൻ പാടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടർന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചൂടൊക്കെ പോയിട്ട് തണഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയേ. എത്രത്തോളം ഹോൾസ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം നെല്ലിക്കയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. കാരണം ഉള്ളിലേക്കൊക്കെ അതിൻ്റെ ഒരു ഇത് ഇറങ്ങി കിട്ടുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് എന്തായാലും നെല്ലിക്കയ്ക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാ നെല്ലിക്കയ്ക്കും ഹോൾസൊക്കെ കിട്ടും. ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ശർക്കര പാനീയം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നെല്ലിക്കയ്ക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പനക്കൽക്കണ്ടം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കര ഏകദേശം ഒന്ന് ബ്ലെൻഡായി വരുന്നതെന്ന് തോന്നുമ്പോൾ നമുക്ക് നെല്ലിക്ക അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ നെല്ലിക്കയിലേക്ക് കുറച്ചുകൂടെ ടേസ്റ്റിന് വേണമെങ്കിൽ ഏലക്കായ് പൊടിച്ചതും അതുപോലെ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. ഞാനിതൊന്നും ചെയ്യുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ കുറച്ച് വെക്കണം കേട്ടോ. ശർക്കര പാനീയം പെട്ടെന്ന് വറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നെല്ലിക്ക ഏതാണ്ട് ഒരു കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ മെല്ലെ മെല്ലെ വേവിച്ചെടുക്കുമ്പോഴാണ് ആ ശർക്കര പാനീയം നെല്ലിക്ക ഇങ്ങനെ കുടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറി വരും കേട്ടോ. പിന്നെ ഞാൻ പാത്രം ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. നെല്ലിക്ക മറ്റേ പാത്രത്തിൽ മുങ്ങി നിൽക്കാത്തതുകൊണ്ട് കാണാനൊരു സുഖമല്ല. അത് മാത്രമല്ല, നെല്ലിക്ക ശർക്കര പാനീയം കുടിച്ച് അതിലേക്കൊക്കെ ഇറങ്ങി കിട്ടണമെങ്കിലും അതിൽ മുങ്ങി നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഇങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് പിറ്റേന്നാണ് ഞാൻ എടുത്ത് നോക്കിയത്. ഏതാണ്ട് ഇത് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പിറ്റേന്ന് എടുക്കുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പം ഉണ്ടാക്കാത്ത ആൾക്കാർ എന്തായാലും ഉണ്ടാക്കി കൂടി. നമ്മൾ നെല്ലിക്ക കുപ്പിയിലിട്ട് ആംല മുറബ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഗ്ലാസിൻ്റെ ഇതുപോലത്തെ കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണേ. നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ 1 മാസമെങ്കിലും കിട്ടും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 5-6 മാസമെങ്കിലും കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.